തങ്ങളുടെ തിന്നക്കതിന്ന തിന്നക്കതിന്ന തങ്ങളുടെ തിന്നക്കതിന്ന നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് തോന്നുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കൂടെ നിൽക്കുക, വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കുക. കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ റീലുകൾ സ്ക്രോൾ ചെയ്യുമ്പോൾ, അത് ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ റീൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു 10 റീല് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ മിക്കവാറും ഈ കാണുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഒരു 10 റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ ഒരു റീല് ഈ പെൺകുട്ടികൾ തമ്മിലുള്ള സ്വവർഗ അനുരാഹികൾ എന്ന് പറയുന്നത് ലെസ്ബിയൻസ്, അവരുടെ റീലുകളായിരിക്കും കാണുന്നത്. അതായത് 2 പെൺകുട്ടികൾ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇതെന്റെ ലവ് ആണ് മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള റീലുകൾ, അത് ഇങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ട്രെൻഡാണ്, അതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അതായത് പല പല പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഈ ഒരു ടീനേജ് പ്രായമുള്ള പെൺകുട്ടികൾ ഇതിനെ ഒരു ട്രെൻഡായിട്ട് എടുത്ത് അവരിതിങ്ങനെ റീലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുട്ടം ലൈക്കാണ്, മുട്ടം വ്യൂസാണ്. ഈ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഈ ചെയ്യുന്നത് താങ്കളുടെ ഭാവി തന്നെ തുലഞ്ഞു പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ യുവതലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു ട്രെൻഡ് പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കാണിക്കുന്നവരെല്ലാം യഥാർത്ഥത്തിൽ ലെസ്ബിയൻസ് ആണ്, അല്ലെങ്കിൽ സ്വർഗ അനുരാഗികളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പലരും വളരെ മാന്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കുടുംബജീവിതം നരിച്ചു പോകാനുള്ള പെൺകുട്ടികൾ ഇതിലേക്ക് പെട്ടുപോകുന്നില്ലേ എന്നുള്ളതാണ്. ഈ റീലുകൾ കണ്ട് പലവരും ഇൻഫ്ലുവൻസ് ആകുന്നില്ലേ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഒരുപാട് റീൽസ്, സത്യം ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പൊ ഇതൊരു ഭയങ്കര ട്രെൻഡ്. ഇത് ആർക്കും ഒരു നാണവും ഇല്ല, മാനവും ഇല്ലാതെ എന്തോ അവര് റീച്ചാണ്. അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു 10 റീൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന ഈ സ്വർഗാനുരാഗികളായിട്ട്, അല്ലെങ്കിൽ ലെസ്ബിയൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന റീൽ ഇടുമ്പോൾ ഭയങ്കര റീച്ചാണ് എന്നുള്ളതാണ്. നമുക്ക് 1-2 റീലുകൾ കണ്ടതിന് ശേഷം ഇനി നമ്മുടെ ഭാവി തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇവർ ഇതിലേക്ക് പോകുന്നത്, ഇവർ പോലും അറിയാതെ ഒരു വലിയൊരു കുഴിയിലേക്ക് വീഴുകയല്ലേ എന്നുള്ളതാണ്. ആദ്യം നമുക്ക് നോക്കാനുള്ളത്, ഇത് ട്രെൻഡായത് എപ്പോഴാണ് എന്ന് മനസ്സിലാക്കണം. അതായത് ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയിൽ ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റിയെ നോർമലാക്കി ചിത്രീകരിച്ചതിന് ശേഷം ഇവർക്കിടയിൽ ഇവരെ വലിയ പ്രശ്നമില്ല, ഇതൊക്കെ സാധാരണ ഉള്ളതാണ് എന്നൊരു ധാരണ, അത് തെറ്റൊന്നല്ല, അത് സാധാരണ ഉള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ആൾക്കാരിലേക്ക് വന്നിട്ടുണ്ട്, അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഇടയിലേക്ക് കൂടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാലോ, ആദില നൂർ, അവരുടെ ഒരു റീല് കാണാം. ഇത് ആദില നൂറയുടെ ഒരു റീലാണ്. ഇതിനകത്ത് ഇവർ പ്യുവറായിട്ടുള്ള ഒരു ലെസ്ബിയൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവര് പ്യുവർ ലെസ്ബിയൻസ്. ഇവിടെ പ്രശ്നം മറ്റൊന്നുമല്ല, ലെസ്ബിയൻസ് അല്ലാത്തവർ കുറച്ച് പേരുണ്ട്, അതായത് ബൈസെക്ഷൽ ആയിട്ട്. അതായത് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആൺകുട്ടികളെയും കാട്ടി കൂടുതൽ, ഒരു 4% കണക്ക് പറയുകയാണെങ്കിൽ ആൺകുട്ടികളിൽ ഈ അതായത് സ്വർഗാനുരാഗം ആൺകുട്ടികളിൽ കാണുന്നത് 2% മാത്രമാണെങ്കിൽ പെൺകുട്ടികളിൽ അത് 4%. ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ സ്വർഗ അനുരാഗം ഞാൻ ഉദ്ദേശിച്ചത് ബൈസെക്ഷൽ, അതായത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരേ രീതിയിൽ താല്പര്യം തോന്നുന്ന ഒരവസ്ഥയാണ് ബൈസെക്ഷൽ ആണല്ലോ. ഈ ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ലെസ്ബിയൻ എന്ന് പറയുന്നത് പ്യൂർ പെണ്ണുങ്ങളോട് മാത്രം പിന്നീട് താല്പര്യം തോന്നുക. ഗേ എന്ന് പറയുമ്പോൾ ആണുങ്ങളോട് മാത്രം. നമ്മൾ ഈ റീലുകളിൽ ഗേ ആൾക്കാർ തമ്മിലുള്ള റീലുകൾ നമ്മൾ വലുതായിട്ടൊന്നും കാണാറ്, പക്ഷേ ഈ ലെസ്ബിയൻസ് റീൽസുകൾ ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഒരു ബൈസെക്ഷുവാലിറ്റി, അതായത് ആണിനോടും പെണ്ണിനോടും താല്പര്യം കാണിക്കുന്ന ഒരു വിഭാഗത്തിൽ കൂടുതൽ ഉള്ളത് പെണ്ണുങ്ങൾക്കാണ് എന്നുള്ളതാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ് ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റൊരു റീൽ കാണാം. ഇത് റീലാണോ യഥാർത്ഥമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മറ്റൊരു റീൽ കാണാമേ.
ഈ ടൈപ്പ് റീലാണ് ഞാൻ ഈ ടൈപ്പ് റീലുകൾ ഒരുപാട് വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ ടീനേജ് ആയ കുട്ടികളാണ് നല്ലൊരു ഭാവിയിലേക്ക് പോകാൻ, നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാൻ, ലെസ്ബിയൻ ആയിട്ടുള്ളവരെ സ്ട്രെയിറ്റ് ആയിട്ട് ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ജീവിക്കേണ്ട ആൾക്കാർ ഈ റീലുകൾ കണ്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവര് മറ്റൊരു രീതിയിലേക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുന്നു. അതായത് എന്തുകൊണ്ട് ഇവരിത് പോസ്റ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റീച്ചാണ് മെയിനായിട്ട് പറഞ്ഞവർക്ക് റീച്ച് കിട്ടും. മറ്റെന്ത് കാണുന്നതിനെയും കാട്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റീച്ച് കിട്ടും, കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ട്രെൻഡായി നോക്കും, ഞാൻ വേറെ എന്ത് റീലിട്ടിട്ട് കിട്ടുന്നില്ല, അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിന്നെ കൊളീക്കിനെയോ അല്ലെങ്കിൽ തന്റെ എന്താണ് സുഹൃത്തിനെയോ തന്റെ കൂടെ പഠിച്ചവരെ ആരെയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഇവർ റീലിടുന്നു. ഓൺസ് ഇത് റീച്ച് ആകുമ്പോൾ ഇവർ വീണ്ടും ഇത് ഇവർ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. പെണ്ണുങ്ങൾക്ക് കാമം തീർക്കാനുള്ള അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു എളുപ്പ വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആണെന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇവർക്ക് ഈസിയാണ്, ആരും സംശയിക്കില്ല. ഒരു ആണും പെണ്ണും ആണ്, ഒരു നോർമൽ റിലേഷൻ ആണെങ്കിൽ പലയിടത്തും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടത്തില്ല. മറ്റത് അങ്ങനെയല്ല, എൻ്റെ കൂട്ടുകാരിയാണെന്ന് പറയുക, എന്ത് ചെയ്യുക, ഈ പറയുന്ന റൂം എടുക്കുക, ഒത്ത് താമസിക്കുക, ഒത്ത് കിടക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വരിക. വീട്ടിൽ വന്നാലും അമ്മയും അച്ഛന്മാരൊന്നും ശ്രദ്ധിക്കില്ല. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഇതിനെ പറയുന്നത് സത്യം പറഞ്ഞ സെക്ഷൽ ഫ്ലൂയിഡിറ്റി എന്നാണ്. അതായത് ഈ പെണ്ണുങ്ങൾക്ക്, അതായത് സ്ത്രീകൾക്ക് സാഹചര്യത്തിനനുസരിച്ച് തന്റെ സെക്ഷുവാലിറ്റി മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് അവർക്ക് വേണമെങ്കിൽ സ്ട്രൈറ്റുമായിട്ട്, അതായത് ആണുങ്ങളുമായിട്ട് പിന്നീട് എന്താണ് അവർക്ക് സെക്ഷുവാലിറ്റി ചെയ്യാം. പക്ഷെ പെണ്ണുങ്ങളുമായിട്ട് സാഹചര്യത്തിനനുസരിച്ച് അവർക്ക്, അതായത് ആരെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ആരെങ്കിലും ഒന്ന് എന്താണ് ഒരു എൻകറേജ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ അതൊരു സാഹചര്യം വരികയാണെങ്കിൽ അവർ ഇതിലോട്ട്, അതായത് ഈ പറയുന്ന ലെസ്ബിയൻ, ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് സ്വയം അവരങ്ങ് ചിന്തിക്കുകയാണ്. മനസ്സിലായോ? ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് സ്വയം ചിന്തിക്കുകയാണ്. ചിലപ്പം ഒരു ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരികളുമായിട്ട് ഒരു അടുപ്പം, ഒരു ആത്മാർത്ഥ പിന്നീട് സ്നേഹമായിരിക്കും, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. പക്ഷെ പിന്നീട് അതല്ല, ഇത് ഒരു എന്താണ് പറയുന്നത്, ഇത് എനിക്ക് ഒരു പ്രണയമാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. പിന്നെ അവർ ഇതിലേക്ക് മാറി പിന്നീടാണ് ഇത് എത്ര കാലം ഞാനിപ്പോൾ കുറെ കണക്ക് നോക്കിയപ്പോൾ ഇത് വലിയ കാലമൊന്നും ഈ എത്ര ലെസ്ബിയൻസ് ജീവിതകാലം മൊത്തം ജീവിച്ചോന്ന് ചോദിച്ചില്ല, വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അവർ കുറച്ചു കാലം ഇങ്ങനെ ജീവിക്കും, അതിനുശേഷം അവരെന്ത് ചെയ്യും, അതായത് കാരണം മെയിനായിട്ട് ഈ ലെസ്ബിയൻസ് ആണ് എങ്കിൽ, പ്യുവർ ആയിട്ടുള്ള ലെസ്ബിയൻസ് ആണെങ്കിൽ അവർക്ക് മറ്റ് പുരുഷന്മാരോട് എന്താണ് ഒരു താല്പര്യം കാണത്തില്ല, അവർ ആ രീതിയിൽ തന്നെ ജീവിക്കുമെന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് അകപ്പെട്ടു പോകുന്നവർ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ല, ഈ ബൈസെക്ഷൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഈ ബൈസെക്ഷാലിറ്റി കൂടുതലാണ്. അപ്പൊ ഒരു 10 പേര് എടുത്താൽ 4 പേർക്ക് ഈ ഒരു ബൈസെക്ഷാലിറ്റി ഉണ്ടാവും. അപ്പം അത് അങ്ങനെയുള്ളവര് എന്ത് ഈ റീലുകൾ കണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഫ്രണ്ട്സിന്, എൻ്റെ ഒരു കൂട്ടുകാരിയുമായിട്ട് എനിക്ക് എന്താണ് അടുപ്പമുണ്ട്, അതൊരു മറ്റൊരു തരത്തിലേക്ക് ഇവർ തെറ്റിദ്ധരിച്ചു. പിന്നീട് ആ ഒരു ലെവലിലേക്ക് അവരങ്ങ് പോകും. അവർക്ക് ഈസിയാണ്, അവർക്ക് അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഈസിയാണ്, അവരുടെ അടുത്ത് റൂം എടുക്കാൻ ഈസിയാണ്, വീട്ടിൽ വേണമെങ്കിൽ വിളിച്ച് കൂടെ കിടത്താം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഇവർ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതിനുശേഷം ഇവർ പൂർണ്ണമായിട്ട് നിൽക്കില്ല. കാരണം അവർക്ക് ബൈസെക്ഷാലിറ്റി ഉള്ളത് തന്നെ അവർക്ക് വേറെ പുരുഷനിൽ ആകർഷണം ഉണ്ടാവും. ഇവർ തെറ്റിപ്പിരിഞ്ഞ് പോകും. പിന്നീട് ഇങ്ങനെ ഈ റീൽസുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ആരെങ്കിലും ഇവർക്ക് തന്നെ ഒരു ഡൗട്ട് ആവും, എൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്നൊരു ഡൗട്ട് ഇവർക്ക് തന്നെ തോന്നും എന്നുള്ളതാണ്. നമുക്ക് 1-2 റീൽസും കൂടി കാണാമേ. എന്താ പ്രശ്നം? ഞങ്ങള് പല പ്രശ്നമുണ്ടോ? ചാരനാണ് നീ, പ്രശ്നം പാടില്ല. ഇത് ഈ ഹോസ്റ്റലുകളിൽ നിരന്തരം കാണുന്ന ഒരു സംഭവമാണ്. ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഇതിൽ അകപ്പെട്ടു പോകുന്നത്. ഒരുപാട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിലോട്ട് അകപ്പെടുന്നുണ്ട്. അവരുടെ ദാമ്പത്തിക ജീവിതം അല്ലെങ്കിൽ അവരുടെ ഭാവി ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മകളെ തന്നെ ഇത് കണ്ടിട്ട് ഞാൻ ചോദിക്കും, നിനക്ക് ആരെ കെട്ടണമെന്ന് പറയുമ്പോൾ എനിക്കൊരു പെണ്ണിനെ കിട്ടും, ആ ഒരു ചിന്ത ഉള്ളതാണ്. പക്ഷെ അവരുടെ മനസ്സിലേക്ക് ഈ റീലുകൾ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതാണ് ഈ ടൈപ്പ് റീലുകളാണ്, നിങ്ങൾക്കറിയാമായിരിക്കും, ഈ റീലുകളാണ് മൊത്തത്തിൽ നമുക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഇവർ മാത്രമല്ല, സെലിബ്രിറ്റീസുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം. നമ്മുടെ പമ്പ അറിയാമല്ലോ, ഈ അലൻ ജോസ് പെരേര കൂടത്ത് കിടന്ന കഴിഞ്ഞാൽ നടക്കുന്നത് കുറിച്ചുണ്ടല്ലോ. അതും പിന്നെ എവിടെ പേര്, ബിജു, നിമിഷ ബിജു.
മലയാളികൾ വന്ന് പറയണം, സത്യം പറഞ്ഞ് മലയാളികൾ വന്ന് പറയണം ന്യായം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തേങ്ങയാണ് മാങ്ങയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാരണം, ഈ ഒരു സംഭവം കാരണം ഒരുപാട് പേര് ഒരുപാട് പെൺകുട്ടികളുടെ ടീനേജ് ഇരിക്കുന്ന ഈ ഒരു കെണിയിൽ വീഴുന്നുണ്ട് എന്നുള്ളതാണ്, തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ റീച്ചിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ റീല് കണ്ട് മറ്റത് കണ്ട് പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും. കാരണം ഞാൻ പറഞ്ഞില്ലേ, 10 ഒരു 4 പെൺകുട്ടികൾക്ക് ഒരു ബൈസെക്ഷാലിറ്റി ഉണ്ട്. അതായത് അവർക്ക് വേണമെങ്കിൽ നോർമലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ജീവിതം ഒരു ആണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാം, ഓക്കെ ആണല്ലോ. പക്ഷെ അവർക്ക് വേണമെങ്കിൽ ആ സാഹചര്യം അനുസരിച്ച് അവർ വേണമെങ്കിൽ ഒരു എന്താണ് പറയുക, പെണ്ണിനോടും താല്പര്യം തോന്നാം എന്നുള്ളതാണ്. അതിനെ ആ പെണ്ണിനോടുള്ള താല്പര്യം ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ, എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിലോട്ട് പോകും. അവർ സ്വയം തീരുമാനിക്കും, സ്വയം വിചാരിക്കും ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് സ്വയം വിചാരിക്കുന്നു. തൻ്റെ കൂട്ടുകാരികളോടുള്ള എൻ്റെ ഒരു അടുപ്പം, എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊരു സ്നേഹമാണ്, പ്രേമമാണ് എന്ന് അവർക്ക് സ്വയം തോന്നിപ്പോകും. മനസ്സിലായോ? ഈ ഒരു റീലുകൾ കാണുന്നു. കാരണം വ്യാപകമായിട്ട് ഈ ഒരു റീൽ ഇങ്ങനെ ട്രെൻഡായിട്ട് നടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത് ബാൻ ചെയ്യുന്നില്ല എന്നുള്ളത്. കുറേ അവതാരങ്ങൾ, കുറെ മലരുകൾ സത്യം പറഞ്ഞ ഫേസ്ബുക്കിലൊക്കെ ഇത് എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ തുറന്നിട്ട് എന്തോന്ന് സാരി സബ്സ്ക്രിപ്ഷൻ, ബ്ലൗസ് സബ്സ്ക്രിപ്ഷൻ, അങ്ങനെ സാരി ഇട്ട് സബ്സ്ക്രിപ്ഷൻ എന്തൊക്കെ പറയുന്നുണ്ടേ. എന്തോന്നല്ലേ ഇത് ആരും ബാൻ ചെയ്യാനോ അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നാ പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ വഴി കാണിക്കുമ്പോൾ എങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യമാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയ വന്ന് തുണിയകത്ത് കാണിച്ചിട്ട് വാ ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നത് എങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യമാവും? അത് മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് ബാധിക്കും, മറ്റുള്ളവർ ബാധിക്കുന്നുണ്ട് കാണുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്യുവറായിട്ട് ലെസ്ബിയൻ ആയിട്ട് കല്യാണം കഴിക്കുന്നവർക്ക് ഇതൊരു തിരിച്ചടിയാണ്. അവരെ പോലും ഇപ്പം പ്യുവറായിട്ട് ഒരു ലെസ്ബിയൻ ആണെങ്കിൽ അവർക്ക് വേറെ വഴിയില്ല. അവരൊരു പുരുഷൻ അദ്ദേഹത്ത് തൊട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു പുരുഷനാണ്, എനിക്ക് സ്ത്രീയോടാണ് താല്പര്യം, ഒരു പുരുഷൻ വന്ന് എൻ്റെ അടുത്ത് എൻ്റെ ലൈംഗിക ഇച്ഛയോട് തൊടുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ലെസ്ബിയൻ ആയ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ തൊടുമ്പോൾ ഉണ്ടാവും. അവർ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇത് റീൽസിന് വേണ്ടിയിട്ട്, വ്യൂസിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ, ഇതുപോലുള്ള സംഭവം കാണിക്കുന്ന നിങ്ങളുടെ ഭാവിയാണ് തുടങ്ങി പോകുന്നത്. രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതൊരു ട്രെൻഡായിട്ട്, ഇവരൊരു തമാശയായിട്ട് ആദ്യം തുടങ്ങും. 1-2 റീൽസ് എടുത്ത് കുറച്ച് വ്യൂസ് കിട്ടി, പിന്നീട് ആദ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, പിന്നെ ഒരു സംശയം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ എൻ്റെ ലവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പിന്നീട് എന്ത് ഉമ്മ വെച്ചുകൊണ്ട്, പിന്നെ അതങ്ങോട്ട് കടന്ന് ഇവർ തന്നെ സ്വയമേ ചിന്തിക്കും ആക്ച്വലി ഞാനൊരു ലെസ്ബിയൻ ആയിരിക്കും എന്ന് ചിന്തിച്ച് അവരുടെ ജീവിതത്തോടെ അവർക്കൊന്നും ലെസ്ബിയനൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ശാപം കിട്ടിയതുപോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് ഈ മറ്റുള്ളവരെ പോലെ കുടുംബജീവിതം അത്ര സോഫ്റ്റ് ആയിട്ട് പോയി, അടിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കാം. പക്ഷെ അത്രയ്ക്ക് ഈ പറയുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ളവർ കല്യാണം കഴിക്കുന്നത് പോലെ അത്രയ്ക്ക് അവരുടെ ദാമ്പത്യം നല്ലതല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളും അതുപോലെ സർക്കാരും ഈ ഒരു സാധനം ഒന്ന് ബാൻ ചെയ്താൽ വളരെ ഉപകാരിക്കും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.